ഒരു മിനിറ്റേ. ഹൈക്കോടതിയിലെ ക്രിമിനൽ ലോയർ ഷേണായി സാറാ വിളിക്കുന്നേ. ഇപ്പൊ വരാം. ഓ ആ സാർ പറഞ്ഞോളൂ സാർ. അത് ദേ നിൽക്കുന്നു നമ്മുടെ ശത്രു. അല്ല, മക്കളെ ശത്രുവായി കണ്ട നമ്മുടെ അച്ഛൻ നിൽക്കുന്നു. ഒന്ന് പോയി ആ മുഖതാവൊക്കെ ഒന്ന് കണ്ട് രണ്ട് വർത്താനം പറഞ്ഞിട്ട് വരാം. വാ. ഞാൻ പറഞ്ഞിരുന്നല്ലോ, കാര്യങ്ങൾ പറഞ്ഞാൽ മതി, എല്ലാം ശരിയാവും. നമുക്ക് പറഞ്ഞു നോക്കാം. അച്ഛാ, അച്ഛനത് എന്ത് ഭാവിച്ചിട്ടാ? വയസ്സുകാലത്ത് വയ്യാതായി കിടക്കുമ്പോ ദാ ഞാനും ഈ മനോജൊക്കെ കാണുള്ളൂ. അച്ഛാ, ഇനി ഇതിന്ന് പിന്തിരിയാൻ സമയമുണ്ട്. പെട്ടെന്നൊരു ആവേശത്തിന് എടുത്തു ചാടിതാന്ന് അറിയാം. പക്ഷെ ഒന്നോർക്കണം, എത്ര നീന്തിയാലും കരക്കടിയില്ല, വെള്ളം കുടിച്ച് ചാവും. അച്ഛന്റെ ഈ ചിരിയുടെ അർത്ഥമേ ഞങ്ങക്ക് മനസ്സിലാവുന്നുണ്ട്. അച്ഛാ, വിനാശകാലേ വിപരീത ബുദ്ധിന്നാ. ഞങ്ങളിങ്ങനെ അപമാനിക്കാൻ നിന്നാലേ തിരിച്ചടിയുണ്ടല്ലോ, ഭയാനകായിരിക്കും കേട്ടോ. ആ, അച്ഛനോ അമ്മയെന്നുള്ള യാതൊരു പരിഗണനയും ഞങ്ങൾ തരില്ല. ഹലോ, എന്റെ കക്ഷി ഭീഷണിപ്പെടുത്താണ്. അത് വകുപ്പ് വേറെ ആവും. എന്നാടോ ഇത് തന്റെ കക്ഷിയായത്? ഞാനും ഈ നിൽക്കുന്ന എന്റെ അനുജൻ മനോജും ജനിച്ചന്നു മുതൽ ഈ നിൽക്കുന്ന ആളുടെ മക്കളാ. അത്രയും വലിയ ബന്ധമൊന്നും തനിക്കേ ഈ കക്ഷി ബന്ധത്തിൽ ഇല്ലല്ലോ. കൊള്ളാം. ബന്ധങ്ങൾ ഇങ്ങനെ വിളിച്ചു പോകാൻ മാത്രമുള്ളതല്ല, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനും കൂടിയുള്ളതാ. അതില്ലാതെ വരുമ്പോ ചിലപ്പോ കോടതി കയറേണ്ടി വരും. ഞങ്ങളെ ഞങ്ങളുടെ അച്ഛനോടാ സംസാരിക്കുന്നത്. അതിൽ വക്കീൽ ഇടപെടണ്ട. ഇത് കോടതിയെ. ഇതിനകത്ത് ചിലപ്പോ എന്റെ കക്ഷിക്ക് വേണ്ടി ഞാനായിരിക്കും സംസാരിക്കുക. എന്റെ കക്ഷി മാധവൻ സംസാരിക്കുന്നത് ജഡ്ജിയോട് മാത്രമായിരിക്കും. ആയിക്കോട്ടെ, എന്താ കേസ് നിന്ന് വിശദമാക്കാമോ? മിസ്റ്റർ പ്രകാശൻ, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ നിങ്ങൾ വെച്ച വക്കീലല്ല, ഈ നിൽക്കുന്ന മാധവൻ നായരുടെ വക്കീല്. കോടതി തുടങ്ങാൻ സമയമാവുന്നു. ഞാൻ കാര്യങ്ങളും വകുപ്പുകളും ഒക്കെ വിശദമായിട്ട് അകത്ത് സംസാരിച്ചോളാം. എന്നാലും കാര്യങ്ങൾ ഞങ്ങൾക്കൊന്ന്